ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിപ്പിനെ ഇഷിത സമാധാനിപ്പിക്കുക കേട്ടോ. മോള് വിഷമിക്കേണ്ട കേട്ടോ. അച്ഛനെ ഓഫീസിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഒരാളെ കണക്കെല്ലാം തെറ്റിച്ചു. അതിൻ്റെ വിഷമവും ദേഷ്യമൊക്കെ ആണല്ലോ. മോളോട് ദേഷ്യം കാണിച്ചതല്ല, അയാളോട് പറയണ ദേഷ്യത്തിൽ പെട്ടെന്ന് മോൾ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. അച്ഛനെ ഡാഡിക്ക് വേണ്ടിയിട്ട് ഈ അമ്മ സോറി പറയാം മോളോട്. സോറി മോളെ എന്ന് പറയാണ്. ശരി അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ് ചിപ്പി. അതിന് ശേഷം ചിപ്പി പറയേണ്ട, അതെ എൻ്റെ അടുത്തേ ഇന്നേ എന്താണ് ചക്കി പറയുകയാണേ, സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് ദൈവമാണ് ഇഷിതാമ്മേനെ തന്നേന്ന്. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, എനിക്ക് ദൈവമാണ് ചിപ്പി മോളെ തന്നത് എന്ന് പറയാണ്. അതെ, ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ, നമുക്ക് കിടന്നുറങ്ങണ്ടേ എന്ന് പറയാണ്. ഇന്ന് മോളുടെ കൂടെ ഞാൻ കിടന്നുറങ്ങും കേട്ടല്ലോ. എനിക്ക് ഈ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. അതിനെന്താ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാലോ എന്ന് പറയാണ്. അങ്ങനെ ഇഷിത ചിപ്പിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ്. കിടക്കാണ് കേട്ടോ. ചിപ്പി എടുത്ത് പറയുന്നുണ്ട്, മോളെ പെട്ടെന്ന് ഉറങ്ങണം കേട്ടോ. മോള് പെട്ടെന്ന് ഉറങ്ങിയാൽ മാത്രമേ സ്വപ്നത്തിൽ ഏഞ്ചൽസ് വരുള്ളൂ. ഏഞ്ചൽ വന്നിട്ട് കുറേ ഗിഫ്റ്റുകളൊക്കെ തരും കേട്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിനെ ഉറക്കുവാട്ടോ. ചിപ്പി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും പതുക്കെ ചിപ്പിനെ അവിടെ വെച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇഷിത കിടക്കാൻ വേണ്ടി പോകുമായിരിക്കും. അതേസമയം നമ്മുടെ മഹേഷ് ആണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഫോൺ എടുത്തതിന് ശേഷം ആ ഒരു അൺനോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് മഹേഷ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇഷിത എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ചിപ്പി മോളെ ചിപ്പി എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി അവിടെ കിടക്കുകയാണ്. ഇഷിത അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷ് ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. ഈ റൂമിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ചിപ്പി എൻ്റെ മോളാന്ന് മാത്രം ആരും പറയരുത്, അവളെൻ്റെ ഉയിരാണ് എന്നാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യണത്. ശേഷം ചിപ്പിയുടെ അടുത്തേക്ക് മഹേഷ് വരുവാണ്. ചിപ്പിനെ ഒന്ന് ശരിക്കും നോക്കുവാണ്. നോക്കിയതിന് ശേഷം കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ആ സമയത്ത് ഇഷിത പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് എന്ന ട്യൂൺ കേൾക്കുന്നുണ്ട്. മെസ്സേജ് നോക്കുവാണ്. ഈ റൂമിൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ചിപ്പി എൻ്റെ മോളാന്ന് മാത്രം ആരും പറയരുത്, അവൾ എൻ്റെ ഉയിരാണ് എന്ന് മെസ്സേജ് വായിക്കുകയാണ്. ശേഷം ചിപ്പിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ചിപ്പിയുടെ അടുത്തേക്ക് മഹേഷ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. മഹേഷ് ഇരിക്കുന്നത് കാണുമ്പോഴും ഇഷിത ചോദിക്കേണ്ടത്, അതെ എന്തിനാ ഇവിടെ വന്നിരിക്കണത്, കൊല്ലാനാണോ സ്നേഹിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മഹേഷ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. കണ്ണ് തുറക്കണ കാണുമ്പോൾ ഇഷിതക്ക് ആകെ വിഷമമാവാട്ടോ. എന്തു പറ്റി മഹേഷ് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് ഇഷിതക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാണ്. ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹേഷ് എന്താ പറ്റിയത്? ചിപ്പി മഹേഷിൻ്റെ ഉയിരാണെന്ന് എനിക്കറിയാം, എന്താ അങ്ങനെയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ചിപ്പിയുടെ സ്നേഹം പങ്കുവെച്ച് പോണതിൽ വിഷമമുണ്ടോ? ചിപ്പി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതാണോ മഹേഷിൻ്റെ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, ചിപ്പി തന്നെ സ്നേഹിക്കുന്നതിൽ എനിക്കൊരു വിഷമമില്ലടോ. കാരണം എന്താണെന്നറിയാമോ, താൻ ചിപ്പിയുടെ അമ്മയാണ് എന്ന് പറയാടെ. അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട്, അത് എനിക്ക് ഈ റൂമിൽ എല്ലാം പെട്ടാലും കുഴപ്പമില്ല, പക്ഷെ ചിപ്പി നഷ്ടപ്പെടുന്നോർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ പേടിക്കണം മഹേഷ്? ചിപ്പിനെ ഇപ്പം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? മഹേഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളുണ്ട്. മഹേഷിൻ്റെ മനസ്സിൽ ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്, അത് തന്നെയാണ് കാരണം എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാണ്. തനിക്കൊരു ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാൻ കേട്ടോ. ഡിവോഴ്സിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, ഞാനിത് ദാനമായിട്ട് സ്വീകരിച്ച ജീവിതമല്ലേ, ചിപ്പിയുടെ അമ്മയാവാൻ വേണ്ടി ദാനമായിട്ട് ചോദിച്ചു വാങ്ങിയ ജീവിതം എന്ന് പറയാണ്. മഹേഷ് അവിടെ നിന്ന് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും ഇഷിത ഒരു ഗ്ലാസ് പാലായിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ ചിപ്പി, ദേ എഴുന്നേറ്റ്, സമയം എത്രയെന്ന് അറിയാമോ? ഇന്ന് ഈ പാലാര് കുടിക്കും? ഞാൻ കുടിക്കും. എപ്പോൾ കുടിക്കും? ഇപ്പം കുടിക്കും. അത് പറ്റില്ല, ആദ്യം എഴുന്നേറ്റ് പല്ല് തേക്കണം, എന്നിട്ട് കുളിക്കണം, അതിന് ശേഷം പാല് കുടിക്കാൻ പാടുള്ളൂ. ഇപ്പം കുടിക്കാമേ പ്ലീസ്. അതെ ഇപ്പം കുടിച്ചാലേ നമ്മുടെ പല്ലൊക്കെ കേടായി പോകും, അത് വേണോ? അത് വേണ്ടെന്നാണെങ്കിലേ മോള് പോയിട്ട് പല്ല് തേച്ചിട്ടേ ഒന്ന് കുളിച്ചിട്ടൊക്കെ വാ, എന്നിട്ട് അമ്മ പാല് കുടിക്കാൻ തരാം, ശേഷം ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്ത് ഇഷിതാണെങ്കിൽ മഹേഷിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന രജനേനെയാണ്. രാവിലെ തന്നെ രജനയും ആകാശം കൂടി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശ് പറയുന്നുണ്ട്, അതെ ഈ മദ്യം കാണുമ്പോൾ എനിക്ക് ഇന്നലത്തെ രാത്രി ഓർമ്മ വരും. ഇന്നലെ അവൻ്റെ നെഞ്ചിൽ ശരിക്കൊരു ആണയടിച്ച ദിവസം ആ മഹേഷിൻ്റെ. അവൻ ഇന്നലെ ഇല്ലാതായി പോയിട്ടുണ്ടാവും. ചിപ്പിയുടെ പിതൃത്വം നഷ്ടപ്പെട്ട അവൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കണമെന്ന് ആലോചിക്കും. പതുക്കെ പതുക്കെ ഇഷിതയായിട്ട് അകലാൻ തുടങ്ങും. ഇഷിതക്കും അങ്ങനെ തന്നെയാണ്. മഹേഷിൻ്റെ അകൽച്ച താങ്ങാൻ പറ്റാതെ ഇഷിതയും അവിടെ നിന്ന് പോകും, ഡിവേഴ്സ് ആവും. ഇതൊക്കെയാണ് ഇനി നടക്കാൻ പോണത്. താനെന്തിങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, എന്തൊക്കെയായാലും എൻ്റെ കഴുത്തിലൊരു താലില്ലല്ലോ, അതെനിക്ക് വലിയൊരു കുറവ് തന്നെയാണ് ആകാശ്
എടോ തൻ്റെ കഴുത്തിന് താലി കെട്ടാടോ, എത്രയും പെട്ടെന്ന് തൻ്റെ കഴുത്തിന് താലി കെട്ടാം. പക്ഷേ അതിന് ഒരാൾ കൂടി നമ്മുടെ കൂടെ വേണം, ചിപ്പി. അതിനെ വേണ്ടിയിട്ടല്ല നീ കഷ്ടപ്പെടുന്നത്. നോക്കിക്കോ, ചിപ്പി അവൻ്റെ മകളല്ലെന്ന് അറിയുമ്പോൾ അവളെ വെറുത്തു തുടങ്ങും. പിന്നെ ചിപ്പി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ വിവാഹം എന്താ അതുപോലെ, അത് മതി. അതെ, എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് പോകണം, വിനോദിനൊന്ന് കാണാനുണ്ട്. ആതിരയുടെ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. അത് ഇഷിതയുടെ തല്ലിടണം, ഇഷിത ലോക്കപ്പിൽ കിടക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഞാൻ പോയിട്ട് വരാം ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷമാണ് നിനക്ക് ചിപ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇഷിത കൊണ്ടുവരികയാണ് ഡൈനിങ് ടേബിളിൽ. അവിടെ നമ്മുടെ രാമനാഥൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇഷിത ചിപ്പിക്ക് 2 ഇഡലി എടുക്കുകയാണ്, സാമ്പാർ എടുക്കുന്നുണ്ട്. ചിപ്പിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും ചിപ്പി 2-3 വായ കഴിക്കുമ്പോൾ മതി അമ്മേ എന്ന് പറയാണ്. ആഹാ, അത് പറ്റില്ല, കഴിക്ക്. ദേ, ഇത് അച്ചാച്ചന് വേണ്ടി ഒരു വായ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കുകയാണ്. ഇത് അച്ചാമ്മക്ക് വേണ്ടിയിട്ട്, ഇതും കഴിക്ക്. ഇത് അപ്പച്ചിക്ക് വേണ്ടിയിട്ട്, ഇത് അച്ഛനെ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വായ കഴിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ട് കഴിക്കണ്ടേ, വേണമല്ലോ. ദേ, ഈ വലിയ വായ അമ്മക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷിതയുടെയും അതുപോലെ തന്നെ ചിപ്പിയുടെ സ്നേഹം കാണുമ്പോൾ സ്വപ്ന വലിയ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മഞ്ജിമ സ്വപ്നയോടെ ചെവി പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ, അവൾക്കിപ്പോൾ അമ്മേനെ വേണ്ട, ദേ ഇഷിതനെ മാത്രം മതി. അപ്പോഴേക്കും സ്വപ്നയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹേഷ് അവിടെ കഴിക്കാൻ വേണ്ടി വരുക. മഹേഷ് വന്നല്ലോ, ഇരിക്കുന്നു പറഞ്ഞിട്ട് മഹേഷിനെ അവിടെ ഇരുത്തുവാണ്. മഹേഷ് 2 ഇഡലി ഇട്ടത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, നീ ഇന്നലെ മൂക്കറ്റം കുടിച്ചു അല്ലേ, എന്നിട്ട് ഭാര്യേനെ അവൾ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ എന്ന് പറയുമ്പോൾ മഹേഷ് ഇഷിതനെ നോക്കുവാണ്. നീയേ ഇഷിതനെ നോക്കണ്ട, ഇഷിത പറഞ്ഞിട്ടല്ല ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. മര്യാദയ്ക്ക് ഇഷിതടുത്ത് സോറി പറ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ അടുത്ത് സോറി പറയൂല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്ത് സ്വപ്നവലി പറയുന്നുണ്ട്, ദേ രാമന് വലിയ കാര്യമുണ്ടെന്നോ മഹേഷിൻ്റെ അടുത്ത് ഇപ്പം തന്നെ രാവിലെ തന്നെ ഇതൊക്കെ ചോദിക്കാനായിട്ട്, അതിന് ഇത്ര വലിയ കാര്യമാണിത്, ഇവൾക്ക് ടാക്സി പിടിച്ചു വന്നുകൂടായിരുന്നോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഡോക്ടറല്ലേ, പല ദിവസവും രാത്രി ഓവർ ഡ്യൂട്ടിയൊക്കെ കണ്ടിട്ട് ടാക്സി പിടിച്ച് വരാറുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇപ്പം എന്നെ കാത്തു നിന്നത് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറി പോവാണ്. സ്വപ്നവലി പറയുന്നുണ്ട്, അതെ, അതന്നെ എനിക്കും പറയാനുള്ളത്, ഇവളൊരു ഡോക്ടറല്ലേ, ഇവൾക്കൊരു ടാക്സി പിടിച്ച് ഓൺലൈൻ ടാക്സി പിടിച്ച് വന്നാൽ എന്തായിരുന്നു എന്ന് പറയാണ്. ശേഷം നമ്മുടെ ഇഷിതാണെങ്കിൽ പ്ലേറ്റൊക്കെ എടുത്തിട്ട് അവിടെ കഴുകാൻ വേണ്ടി പോകുകയാണ്. ആ സമയത്ത് മഞ്ജിമ പറയുന്നുണ്ട്, അതെ അമ്മേ, അവളെ ശരിക്കും പിടിച്ചു കേട്ടോ, അല്ലെങ്കിൽ അവളെ ഇത് അച്ഛനെ കൊണ്ട് കണ്ടില്ല മഹേഷിനെ വഴക്കേൽപ്പിച്ചത്, കലഹം തുടങ്ങി, വലത് കാലെടുത്ത് വെച്ചില്ല അപ്പോഴേക്കും കലഹം എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട്, അവളെ ഞാൻ നിലക്ക് നിർത്തും, നീ നോക്കിക്കോ, അവളിട്ട് ഞാൻ ഉരുട്ടും എന്നൊക്കെ പറയുമ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, അമ്മ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നീ നോക്കിക്കോ മഞ്ജിമ, ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറയാണ്. ശേഷം നമ്മുടെ ഇഷിത വീണ്ടും മഹേഷിൻ്റെ അടുത്തേക്ക് പോവാണ്. മഹേഷ് എന്ന് വെച്ച് വിളിക്കുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ മഹേഷിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. അല്ല, ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, പാണ്ഡൻ നായരുടെ പൈലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ഇഷിതനെ നോക്കുകയാണ്. അല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് ഇഷിത പറയുന്നുണ്ട്. മഹേഷിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്താ മഹേഷ്, എന്താ സംഭവിച്ചത്, എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് ചിപ്പിനെ മാത്രം നഷ്ടപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് മഹേഷ് പറയാണ്. അപ്പോഴേക്കും മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാ കേട്ടോ. അത് ആകാശാണ്. ആകാശ് മഹേഷിനോട് പറയണ്ടേ, മഹേഷ് ഗുഡ് മോർണിംഗ്. അതെ, ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി, എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഞാൻ പറഞ്ഞില്ലേടോ, ചിപ്പി എൻ്റെ മകൾ തന്നെയാണ്, അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, താൻ വേണമെങ്കിൽ ഏത് കോടതിയിൽ വേണമെങ്കിലും പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, ഏത് കോടതി പോയാലും അവളുടെ പിതൃത്വം ഉണ്ടല്ലോ, അതെൻ്റെ പേരില്ല, അതുകൊണ്ട് ചിപ്പിനെ സുഖമായിട്ട് എനിക്ക് കിട്ടും, താൻ വെറും ഡമ്മയാടോ, ഞാനാണ് അവളുടെ യഥാർത്ഥ അച്ഛൻ എന്ന് മഹേഷിൻ്റെ അടുത്ത് ആകാശ് പറയാട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും മഹേഷ് ഒന്നും മിണ്ടുന്നേയില്ല, തൊട്ടടുത്ത് നിഷിതയും നിൽക്കുന്നുണ്ട്. പിന്നെ ആകാശ് പറയുക, എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം ഫോൺ അവിടെ നിന്ന് വലിച്ചിട്ട് ഡാമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്താ മഹേഷ്, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എന്നോട് എന്തിനു പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യത്തോട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോവാട്ടോ. അത് കാണുമ്പോൾ ഇഷിതക്ക് വളരെ വിഷമവും തോന്നുന്നുണ്ട്. എന്താ കാര്യമെന്ന് ആലോചിച്ചിട്ട് ഇഷിത ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.